ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ അയ്യോ ഓടിവായോ. നീ അപ്പുറത്തെ വീട്ടുകാരെ കൊണ്ട് എന്ത് ശല്യോടാ. നീ അവന്ന് ശ്രദ്ധിക്കണ്ട പോവാനാ എടാ ഒന്നും വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കൊന്നും വേണ്ടേ? ഏത് നേരം നോക്കി കഴിഞ്ഞാൽ ഒച്ചമാളമാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു വെള്ള പേപ്പർ പരാതി എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കും. എടാ പഞ്ചായത്ത് പ്രസിഡന്റ് വീടല്ലേ അത്, അവിടെ തന്നെ കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും? എനിക്കിവിടെ പഠിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അയ്യോ അരവിന്ദേ മക്കളെ ഓടിവാടാ. എടാ ഇവരെന്തിനാടാ എന്റെ പേര് വെച്ച് ഒച്ചുണ്ടായിക്കൊണ്ടിരിക്കണേ? നല്ല പരിചയമുള്ള സൗണ്ട് അവിടെ നല്ല തോന്നുന്നു. അമ്മയുടെ സൗണ്ട് ആണോ? അയ്യോ അരവിന്ദേ മക്കളെ നമ്മുടെ സ്വന്തം അച്ഛൻ മിണ്ടുന്നില്ലടാ, അച്ഛൻ മിണ്ടുന്നില്ലടാ. അയ്യോ എനിക്ക് വയ്യേ അച്ഛൻ. ഇതിനാണ് എത്ര അങ്ങനെ വെച്ചുണ്ടാക്കിയത്? അച്ഛനോട് ആൻസർ അറിയാലോ. അച്ഛനോട് അച്ഛാ ഓടിച്ചോടാ. അയ്യോ എന്നാ അച്ഛൻ കിടക്കുന്നതാ, അച്ഛൻ മിണ്ടുന്നില്ലടാ, അച്ഛൻ മിണ്ടുന്നില്ലടാ. അച്ഛൻ എന്താ ഇവിടെ കിടക്കണേ? അമ്മയുടെ പിണങ്ങിയിരിക്കണോ? ആ ബോധമില്ലാണ്ട് കിടക്കുമ്പോ എന്തൊരു മാന്യനാന്നല്ലേ. ഇതൊട്ട് അച്ഛന്റെ താടിക്കും തട്ട എണ്ണിക്കുന്ന മനുഷ്യൻ എണ്ണിക്കട്ടെ. നീ തട്ട്. ഇന്നലെ വരെ അച്ഛന്റെ താടിക്ക് തട്ടാൻ നിനക്കാരാണ് നടന്നത്. ഇന്നലെ ഒരു ആവശ്യം നമുക്ക് തട്ടാൻ വയ്യാത്തെ. ആസ് എ ഡോക്ടർ ബോധം കെട്ടി കിടക്കുന്ന ഒരാളെ നമ്മള് അങ്ങനെ തട്ടി ഉണർത്താൻ പാടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാളെ മലർത്തി കിടത്തി അയാളുടെ കൈയും കാലും പൊക്കി വെച്ച് എന്നിട്ട് ഈ ബലമായിട്ട് വായ തുറന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇല്ല. അങ്ങനെ പ്രശ്നമാണോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ എടാ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷകളുണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ചേട്ടൻ എപ്പോഴാണ് ഫ്രീ ആവുന്നത്? ഞാൻ ഫ്രീ ആണല്ലോ. എനിക്ക് ഇങ്ങനത്തെ കുറെ ടിപ്പുകൾ മസ്റ്റായിട്ട് പറഞ്ഞു തരണം. താല്പര്യമുണ്ട്. അത് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ മലന്ന് നടക്കുമല്ലേ? അതെന്തിനാ? ഷോ ചുമ്മാ ചുമ്മാ മനുഷ്യന്മാരല്ലേ നിങ്ങൾക്ക് മനുഷ്യപ്പല്ല കാണിക്കാറ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴാണ് MBBS പഠിത്തം? MBBS അല്ല DHMS. എനിക്ക് വയ്യേ എന്റെ ദൈവമേ. മക്കളെ അച്ഛന്റെ ബോധം വരുത്തടാ. ഇല്ലാത്ത സാധനം ഒന്നും വരുത്താൻ എനിക്കറിയില്ല. ഇപ്പൊ തൽക്കാലം എഴുന്നേപ്പിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഹലോ ഹലോ മക്കളെ വെള്ളം ഇല്ലടാ. വെള്ളമില്ല. എടാ നീ വെള്ളം കോരാൻ പോയില്ലേ? ഞാൻ വെള്ളം കോരാൻ ബക്കറ്റ് പോകാൻ മാവ് പെയ്തോണ്ടിരുന്നപ്പോഴല്ലേ അമ്മ വിളിച്ചേ. അയ്യോ ഇനിയിപ്പോ നീ അപ്പുറത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് വേണം ഇങ്ങനെ ബോധം വെക്കാൻ. എന്റെ മക്കളെ അച്ഛന്റെ ബോധം ഇവിടെ കാണി ഇരിക്കട്ടെ. കുറച്ചേരം അമ്മയ്ക്ക് സമാധാനം കിട്ടും. അവിടുന്ന് അമ്മ വെള്ളമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വെള്ളം ഇട്ടിട്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് മക്കളെ എടുക്കട്ടെ. പുളിശ്ശേരി മൂത്തൊഴിക്കണത്. അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിക്കേ. തിങ്ക്. മക്കളെ ഇച്ചിരി കരിങ്ങാലി വെള്ളം ഇരിപ്പുണ്ട്. അമ്മ കൊണ്ടുവരട്ടെ? അത് മതി, എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ആ എടുക്ക്. അതല്ലേ ആകെ കുറച്ചല്ലേ അതെ കണ്ണൂർന്ന് കണ്ണൂർന്ന് പിന്നെ ഹോമിയോപ്പതി വെറുതെ വിചാരിച്ചമ്മ. അച്ഛാ അച്ഛാ ഹലോ എന്താ പറ്റിയ? അതെ എന്താ പറ്റിയ? എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു മക്കളെ അച്ഛൻ. പെട്ടെന്ന് എന്തോ കുറഞ്ഞു ഒറ്റ വീഴ്ചയാണ് വീണത്. ആ ഷുഗർ കുറഞ്ഞായിരിക്കും. മനസ്സിലായിരുന്നത് അതിനിപ്പോ അച്ഛന് ഷുഗർ ഇല്ലല്ലോ. പ്രഷർ കുറഞ്ഞായിരിക്കും. എന്നാ ചില ഉപ്പ് കൊടുത്താലോ? നിങ്ങൾ ഈ മടി ഉണ്ടായി ഉപ്പ് എല്ലാം വെള്ളം കൊടുക്കും. ശരീരത്തിൽ ഇപ്പൊ കൊണ്ടുവരും. പഠിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വാ തുറക്കോ. എന്തെങ്കിലും വ്യത്യാസം വരും. അച്ഛാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കൊളസ്ട്രോൾ അല്ല അമ്മ. എന്താണ് കുറയണേന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? എന്തോ കുറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ കുറഞ്ഞു എന്ന് മാത്രം അച്ഛൻ പറഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛനുള്ള സ്നേഹം കുറഞ്ഞ വല്ലതായിരിക്കും പറഞ്ഞു. പോടാ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛനെ ആശുപത്രി കൊണ്ടുപോയാലോ? ആശുപത്രി കൊണ്ടുപോകും. പക്ഷെ ഞാൻ വരില്ല. അതന്നെടാ അമ്മ. ഞാനൊരു ഹോമിയോ ഡോക്ടറാ. അച്ഛനെ കൊണ്ടൊരു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പേരെന്താവും? അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എന്റെ എത്തിക്സ് തരാം. ആരോഗ്യം മുഴുവൻ ഭയങ്കര കൂടുതലാണല്ലോ വെയിറ്റ്.
അയ്യോ വർത്താനം പറഞ്ഞോണ്ട് നിന്ന് കുറഞ്ഞു എന്നും പറഞ്ഞോണ്ട് പിന്നെ മനുഷ്യനാണ് പെട്ടെന്ന് അമ്മ വീണതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് നിർത്താമോ? എന്താ ഈ കുറഞ്ഞു എന്ന് പറഞ്ഞേ? നല്ല കനാണല്ലോ. എന്തോടെ പരിപാടി? അപ്പന്റെ DJ പോടാവൂല്ലേ? പരിപാടി വന്ന് പിടിക്കടാ. കുറെ വർഷത്തെ സർവീസ് ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ ഇരി. തല തെക്ക് വശത്ത്, കാല് പടിഞ്ഞാറങ്ങണ്ടല്ലേ? എവിടെ നിന്നല്ലേ വിളിച്ചു പറഞ്ഞേ? അയ്യോ മക്കളെ അച്ഛന് തല കാണുന്നില്ലടാ. അച്ഛന്റെ തല. അച്ഛാ അങ്ങനെ താല ഇങ്ങനെ തിരിച്ച് ഈ സൈഡിലോട്ട്. അച്ഛാ ഈ കാലി പുറത്തു. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ല. ഇപ്പൊ ഓക്കെ. എന്തോ വ്യത്യാസമുണ്ട് അല്ലേ? അതെ എന്താ പറ്റി? അച്ഛാ എന്താ പറ്റിയ? എന്താ പറ്റിയത്? എണീക്കണോ? ഒന്നും കുറഞ്ഞിട്ടില്ല. എന്താ പറ്റിയ? എന്നോട് പറ. ഞാൻ അതിനടുക്കത്തെ മോൻ എന്നോട് പറ എന്താ പറ്റിയത്? എന്താ പറ്റിയേ? അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇത് അച്ഛൻ കുഴഞ്ഞു വരുന്നതിന് മുമ്പ് എന്താ കുന്ത്രാണ്ടം എനിക്കറിയത്തില്ല. ഇത്ര അറിയ സാധനം കയ്യിൽ നട്ടോ ഒന്നും മിണ്ടാണ്ടിരുന്നത്? പറ്റിപ്പോയടാ. എടാ ജപ്തി നോട്ടീസ് ആടാ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആഹാ പൊളി വൈബ്. നീ അല്ലെങ്കിലും ബാധ്യത പണ്ട് എന്റെ വെച്ചതാണല്ലോ. എടാ പൊട്ട, ഇത് ജപ്തി നോട്ടീസ് ഒന്നല്ല. പിന്നെ അച്ഛന്റെ സിബിൽ സ്കോർ കുറഞ്ഞു. എന്നാ അതിനുള്ള മരുന്ന് കൊടുക്കടാ അച്ഛന്. അമ്മ അതിന് അസുഖമൊന്നല്ല, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ടീംസ്. അച്ഛൻ ആർക്കോ ലോൺ എടുത്ത് കൊടുത്തു അല്ലേ? ലോണോ? നിങ്ങൾ ആർക്കാ മനുഷ്യ ലോൺ എടുത്ത് കൊടുത്തേ? എന്നോട് പറയാ, നിങ്ങൾ ആ അമ്പിളി കൂടെ ലോൺ എടുത്ത് കൊടുത്തോ? പിന്നെ ആർക്കാ കൊടുത്തേ? അയ്യോ അമ്മയ്ക്ക്. എനിക്കോ? അച്ഛൻ ഒരു പണി, എന്തെങ്കിലും ആംഗ്യ ഭാഷ കാണിക്കേ. സംസാരിക്കാൻ പറ്റണില്ലല്ലോ. പാവടാ, എന്തെങ്കിലും ഒരു ആംഗ്യം കാണിക്കേ. മനസ്സിലാവുന്ന രീതി ദൂരെയുള്ള അമ്മ, വീട്, റോക്കറ്റ്, വില്ല, ഫ്ലാറ്റ് ആണോ എന്ന് ചോദിക്കും. ഫ്ലാറ്റാ, വലിയ വീട്, കൊട്ടാരം. കൊട്ടാരം കൊട്ടാരം വീട്ടിലെ പൊട്ടൻ. കൊട്ടാരം. ചുമന്ന കൊട്ട, ചെങ്കോട്ട. ഇതാണോ ഇത്? കര. 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 കൊട്ടാരക്കര. പാൻ. ഫാനിന് മുകളില് വാർക്ക, അതിനും മുകളില്. പിന്നെ കൊറേ ലെയർ ഉണ്ട്. സ്ട്രോപ്പോഫിയർ, മീസോഫിയർ, അങ്ങനെ കൊറേ. അതിലാണ് ആകാശം. ആകാശ്. സൂര്യനാണോ? സൂര്യൻ. എടാ നീ എന്താ ഞാനെന്ത് ആകാശം? സൂര്യനാടാ. സൂര്യൻ. സൂര്യൻ. ചന്ദ്രൻ. ആ കൊട്ടാരക്കല്ല ചന്ദ്രൻ ചേട്ടൻ. തെങ്ങാറാൻ പോണ പുള്ളിക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ട് ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിൽ. ഇതെന്തു കഥകളിയോ? എന്താ കാണിക്കണത്? ചന്ദ്രിക, നിലാവ്, നിലാവ്, അമ്പിളി. അമ്പിളി. കൊട്ടാരക്കര. അമ്പിളി. നിനക്ക് വല്ലതും മനസ്സിലാവും? എനിക്കിത് ആദ്യം മുതലേ മനസ്സിലായില്ല, പക്ഷെ സംഭവം ഫണ്ണാണ്. എടാ പൊട്ടന്മാരെ,
നിന്റെ അമ്മടെ അനിയത്തിയിലാ കൊട്ടാരക്കരയിൽ അമ്പിളിച്ചിട്ടാ. അവൾക്ക് നിന്റെ അമ്മ പറഞ്ഞിട്ട് അവൾക്കൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ ലോൺ എടുത്ത് കൊടുത്തിട്ടാടാ ഞാൻ ഈ അവസ്ഥയിലായത്. ആ. ആ. ഫണ്ട് പോയി ഒരു ജിം മുടങ്ങാൻ കാശ് വെച്ചിട്ട് തരാത്ത തന്തയോടൊക്കെ ഞാനെന്തോ പറയും. ആ.